ഹായ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇല്ലുസ്ട്രേഷൻ നമ്പർ 27, പേജ് നമ്പർ 303 ആണ്. അപ്ഡേറ്റഡ് മെറ്റീരിയൽ ഇക്വലന്റ് പ്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതിന്റെ ഫോർമാറ്റാണ് നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയുടെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അതിന്റെ ഇല്ലുസ്ട്രേഷൻ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഇത് ഫസ്റ്റ് സ്റ്റെപ്പായ ഇക്വലന്റ് പ്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹെഡിങ് കൊടുക്കുക. ഹെഡിങ് കൊടുത്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുക. സ്റ്റേറ്റ്മെന്റ് വേണ്ട എലമെന്റ്സ് എന്ന് പറയുന്നത് ഇൻപുട്ട്, ഔട്ട്പുട്ടിന്റെ യൂണിറ്റ് കോളം. ഔട്ട്പുട്ടിന്റെ യൂണിറ്റ് കോളം ഇത്തിരി മെൻഷൻ ചെയ്യണം. ദെൻ നമ്മുടെ എലമെന്റ്സ് ഓഫ് കോസ്റ്റ് ആയ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡിന് ഓരോന്നിനും സെപ്പറേറ്റ് കോളംസ് പ്രൊവൈഡ് ചെയ്യണം. ഓരോ എലമെന്റ്സ് ഓഫ് കോസ്റ്റിനകത്തും പെർസെന്റേജ് കോളവും യൂണിറ്റ് കോളവും ഇത്രയും പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഒരു ബോക്സിനകത്താണ് ക്വസ്റ്റ്യൻ പ്രസന്റ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 1600 യൂണിറ്റ് ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്നത് മെറ്റീരിയൽ 70%, ലേബർ 60%, ഓവർഹെഡ് 60% തന്നിട്ടുണ്ട്. അപ്പം ഇൻ കേസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ഉറപ്പായിട്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. തന്നിട്ടുള്ളപ്പോൾ ഫ്രം ദ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. From the percentage of completion. Here, material 70% completion, degree of completion ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി റിമൈനിങ് പോർഷൻ ആയ 30% ആണ് നമുക്ക് വേണ്ടത്. ലേബർ 60% ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ 60% എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതാണ്. ഡിഗ്രി ഓഫ് കംപ്ലീഷൻ 60% ലേബർ കഴിഞ്ഞ പ്രോസസ്സിൽ തൊട്ട് മുന്നത്തെ പ്രീവിയസ് പ്രോസസ്സിൽ ഇൻക്ലൂഡ് ആയി. ബാക്കി റിമൈനിങ് 40% ലേബർ കോസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിൽ ഇൻക്ലൂഡ് ആവുന്നത്. അപ്പൊ റിമൈനിങ് പോർഷൻ ആണ് നമുക്ക് ഇവിടെ എടുക്കേണ്ടത്. ഓവർഹെഡും 60% ആണ് ഡിഗ്രി ഓഫ് കംപ്ലീഷൻ എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ റിമൈനിങ് പോർഷൻ 40% ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ഓക്കെ, ദെൻ മെറ്റീരിയൽ 30%. ദെൻ നമുക്കിവിടെ ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് എഴുതാം. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഔട്ട്പുട്ട് കോളത്തിലാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് എഴുതിയത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻ യൂണിറ്റ്സ് നമ്മൾ ഇൻപുട്ട് കോളത്തിലും ഔട്ട്പുട്ട് കോളത്തിലും എന്ത് ചെയ്യണം, റൈറ്റ് ചെയ്യണം. 1600 യൂണിറ്റ് ഇൻപുട്ട് കോളം, ദെൻ അഗൈൻ 1600 യൂണിറ്റ് സെയിം യൂണിറ്റ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് യൂണിറ്റ് കോളത്തിൽ ഇൻപുട്ട് യൂണിറ്റ് കോളത്തിൽ റൈറ്റ് ചെയ്യണം. ദെൻ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ നമുക്ക് റിമൈനിങ് പോർഷൻ ആണ്, അല്ലെങ്കിൽ ഫ്രം ദ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ ആണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കേസിൽ കൺസിഡർ ചെയ്യുന്നത്. വർക്കിംഗ് നോട്ട് ആണ്, വർക്കിംഗ് നോട്ട് 1. ദെൻ പെർസെന്റേജ് കോളത്തിൽ ആ റിമൈനിങ് പോർഷൻ ആയ 30%, 40% ആണ് നമുക്ക് എടുക്കേണ്ടത്. ഈ 1600ന്റെ 30% എടുക്കണം. 1600ന്റെ 30% എന്ന് പറയുമ്പോൾ 480 യൂണിറ്റ്സ്. ഓക്കെ, ദെൻ 40% ലേബറിന് 40% ആണ്. അപ്പം 70% പ്രീവിയസ് പ്രോസസ്സിൽ ഇൻക്ലൂഡ് ആയി, അല്ലെങ്കിൽ 60% ലേബർ കോസ്റ്റ് പ്രീവിയസ് പ്രോസസ്സിൽ ഇൻക്ലൂഡ് ആയി. അപ്പൊ റിമൈനിങ് പോർഷൻ 40% ആണ് ഈ പർട്ടിക്കുലർ പ്രോസസ്സിൽ ഇൻക്ലൂഡ് ആവുന്ന ലേബർ കോസ്റ്റ്. അപ്പം 1600ന്റെ 40% ആണ് നമുക്ക് എടുക്കേണ്ടത്. അത് 640 വരും. അഗെയിൻ ഓവർഹെഡും സെയിം പെർസെന്റേജ് ആണ്. അപ്പോൾ ഇവിടെയും 640 തന്നെ വരും. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ് അത്യാവശ്യമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഫ്രം ദ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ ആണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷനിൽ കൺസിഡർ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ്, ട്രാൻസ്ഫർ ഫ്രം പ്രോസസ് 1. പ്രോസസ് 1ൽ നിന്നും ഈ പ്രോസസ്സിലോട്ട്. ദാറ്റ് മീൻസ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ട്രാൻസ്ഫർ ഫ്രം പ്രോസസ് 1 എന്ന്. അപ്പോൾ നമ്മൾ ഇക്വലന്റ് പ്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? പ്രോസസ് 2ന്റെ ബേസിലാണ്. ഓക്കെ, പ്രോസസ് 1, പ്രോസസ് 2, പ്രോസസ് 3. പ്രോസസ് 1ൽ നിന്നും പ്രോസസ് 2ലോട്ട് 10,200 യൂണിറ്റ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് പ്രോസസ്സിൽ നിന്നുമാണോ വേറൊരു പ്രോസസ്സിലോട്ട് നമ്മൾ പർട്ടിക്കുലർ യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആ ട്രാൻസ്ഫർ ചെയ്യുന്ന അത്രയും യൂണിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന പ്രോസസ്സിലെ ഇൻപുട്ട് ആണ്. ഓക്കെ, പ്രോസസ് 1ൽ നിന്നും പ്രോസസ് 2ലോട്ട് 10,200 യൂണിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തെന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് പ്രോസസ് 2ലുള്ള ഇൻപുട്ട് ആണ് ആ 10,200. അപ്പൊ അഡീഷണൽ മെറ്റീരിയൽ ലൈക്ക് 10,200 യൂണിറ്റ്സ് നമ്മുടെ ഇൻപുട്ട് കോളത്തിൽ മെൻഷൻ ചെയ്തു. ഔട്ട്പുട്ട് കോളത്തിലോ യൂണിറ്റിന്റെ കോളത്തിലോ ഒന്നും നമ്മൾ വേറെ ഒന്നും എഴുതേണ്ട കാര്യമില്ല. 10,200 യൂണിറ്റ്സ് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ദെൻ അടുത്ത് വരുന്നത് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് 9,200 എന്ന് പറയുന്നത് നമുക്ക് തൊട്ടടുത്ത്, അതായത് പ്രോസസ് 2ൽ നിന്ന് പ്രോസസ് 3ലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് 9,200 എന്നാണ് പറഞ്ഞേക്കുന്നത്. നിൽക്കട്ടെ. ദെൻ നോർമൽ ലോസ് വന്നിട്ടുണ്ട്. നോർമൽ ലോസ് നമ്മുടെ ഫോർമാറ്റിൽ ഉണ്ടായിരുന്നതാണ്. നോർമൽ ലോസ് എടുക്കണം. നോർമൽ ലോസ്. ഈ നോർമൽ ലോസിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കേണ്ടത് കമ്പ്യൂട്ടേഷൻ ഓഫ് നോർമൽ കോസ്റ്റ്. If opening stock is there, then normal loss equal to opening stock plus transfer from process the whole minus closing stock ചെയ്യണം. ഇത്രയും ചെയ്ത് കിട്ടുന്നതിന്റെ സർട്ടൈൻ പെർസെന്റേജ് ആയിരിക്കും നോർമൽ ലോസ്. ഇൻ കേസ് ഇഫ് ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടെങ്കിൽ നോർമൽ ലോസിന്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കൂട്ടത്തിൽ ട്രാൻസ്ഫർ ഫ്രം പ്രീവിയസ് പ്രോസസ്സിൽ യൂണിറ്റ്സ് ആഡ് ചെയ്യുക. ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിന്റെ കൂട്ടത്തിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. അപ്പൊ നോർമൽ ലോസ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂണിറ്റ്സ് കിട്ടും. അതിന്റെ ഒരു സർട്ടൈൻ പെർസെന്റേജ് ആയിരിക്കും നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 1,600 യൂണിറ്റ്സ് ഉണ്ട്. ട്രാൻസ്ഫർ ഫ്രം പ്രീവിയസ് പ്രോസസ് എന്ന് പറയുന്നത് 10,200 യൂണിറ്റ്സ് ഉണ്ട്. ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 1,800 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. 10,200 പ്ലസ് 1,600 11,800 minus 1,800 equal to 10,000 units. Then normal loss equal to 10% of input എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 10,000 യൂണിറ്റ്സ് ആണ് നമുക്ക് ഇവിടെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തെടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ 10,000 യൂണിറ്റ്സിന്റെ 10% എടുക്കണം. ദാറ്റ് ഈസ് 1,000 യൂണിറ്റ്സ്. 1,000 യൂണിറ്റ്സ് ആണ് നമ്മുടെ നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഈ നോർമൽ ലോസിന് നമുക്ക് ഔട്ട്പുട്ടും കോളത്തിലും യൂണിറ്റ് കോളത്തിലും മാത്രം എന്തെങ്കിലും എഴുതിയാൽ മതി. ഇത് കഴിയുമ്പോൾ എല്ലാം കൈഫിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. ഓക്കെ, എക്സ്പെക്ടഡ് ലോസ് ആണ് നോർമൽ ലോസ്. അത് മെറ്റീരിയൽ ലേബർ ഓവറിട്ട് നമുക്ക് ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ അടുത്ത് നമുക്ക് വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, കമ്പ്യൂട്ട് ചെയ്യാം. അതിന് തൊട്ട് മുന്നായിട്ട് നമുക്ക് എന്ത് കമ്പ്യൂട്ട് ചെയ്യണം? ഫിനിഷ്ഡ് സ്റ്റോക്ക് കമ്പ്യൂട്ട് ചെയ്യണം. ഇൻ കേസ് ക്വസ്റ്റ്യനിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ഡയറക്റ്റ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് സ്റ്റോക്ക് ഇത്രയാണ്, ഇത്ര യൂണിറ്റ്സ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര യൂണിറ്റ് ആണ് എടുത്ത് എഴുതിയാൽ മതി. പക്ഷേ ഇൻ കേസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനെയാണ്: ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് എന്തെന്ന് പറയുന്നത് ഫിനിഷ്ഡ് സ്റ്റോക്ക് ഇൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് 9,200 യൂണിറ്റ്സ് ആണ്. മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 1,600 യൂണിറ്റ്സ് ആണ്. ഇത് രണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും? ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 7,600 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, ഫിനിഷ്ഡ് സ്റ്റോക്ക്. 7,600 യൂണിറ്റ്സ്. ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാ? മാക്സിമം ഫുൾ മെറ്റീരിയലും ഫുൾ ലേബറും ഫുൾ ഓവർഹെഡ് കോസ്റ്റ് ഇൻക്ലൂഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷ്ഡ് സ്റ്റോക്കിൽ അറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ 100% മെറ്റീരിയൽ, 100% ലേബർ, 100% ഓവർഹെഡ്
ഫിനിഷ്ഡ് സ്റ്റോക്കിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. 7,600, 7,600, 7,600. Then again closing stock, last point. ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻ യൂണിറ്റ്സ് കോസ്റ്റിൽ തന്നിട്ടുണ്ടായിരിക്കും. 1800 യൂണിറ്റ്സ് ആണ് ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ നമുക്ക് കോസ്റ്റിൽ തന്നിട്ടുണ്ട്. നമുക്കറിയാം ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കേസിൽ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ എടുക്കുന്നത് എന്താണ്? അപ് ടു ദ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ ആണ്. ഇപ്പോൾ ടെക്സ്റ്റിൽ എത്രയാണോ അല്ലെങ്കിൽ ക്വസ്റ്റിൽ എത്രയാണോ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ഇൻ പെർസെന്റേജ് തന്നിരിക്കുന്നത് അത്രയും പെർസെന്റേജിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്കിനെ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ മെറ്റീരിയൽ 60% ആണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നു പറഞ്ഞിട്ട് ആ 60% നമ്മൾ എടുത്താൽ മതി. ഓപ്പണിംഗ് സ്റ്റോക്കിനായിരുന്നെങ്കിൽ 100 - 60 40 എടുത്തേനെ. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആയതുകൊണ്ട് ക്വസ്റ്റിൽ തന്നിട്ടുള്ള 60 അത്രയും തന്നെ നമ്മൾ എടുത്താൽ മതി. അപ്പോൾ 1800 യൂണിറ്റ്സിന്റെ 60% എടുക്കണം. അപ്പോൾ 1080 കിട്ടും. ലേബർ എന്ന് പറയുന്നത് ലേബർ കോസ്റ്റിൽ തന്നിരിക്കുന്നത് 40% ആണ്. ആ 40% നമ്മൾ എടുത്താൽ മതി. 1800 യൂണിറ്റ്സിന്റെ 40% നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ 720 കിട്ടും. ദെൻ അഗൈൻ ഓവർഹെഡ് എന്ന് പറയുന്നതും 40% തന്നെയാണ്. അപ്പോൾ ആ 40% നമുക്ക് എടുക്കുമ്പോൾ 1800 യൂണിറ്റ്സിന്റെ 40% എടുക്കണം. അപ്പോൾ 720 കിട്ടും. ഓക്കെ. ദെൻ നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ബാലൻസ് ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ആയി, നോർമൽ ലോസ് ആയി, ഫിനിഷ്ഡ് സ്റ്റോക്ക് ആയി, ക്ലോസിംഗ് സ്റ്റോക്ക് ആയി, നമ്മുടെ പ്രോഫോമിലുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ദെൻ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ഓക്കെ, നമ്മൾ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്ത് നമ്മുടെ ജോലി എന്താ? ഇൻപുട്ട് കോളം ടോട്ടൽ ഈക്വൽ ആയിരിക്കണം, ഔട്ട്പുട്ടിന്റെ യൂണിറ്റ് കോളം ടോട്ടൽ ഈക്വൽ ആയിരിക്കണം. ഇൻ കേസ് ഇൻപുട്ട് കൊടുത്തതിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? അബ്നോർമൽ ഗെയിൻ ആയിരിക്കും. അത് നമുക്ക് ലെസ് ചെയ്യണം. ലെസ് ചെയ്ത് ഈക്വൽ ആക്കണം. ഇൻ കേസ് നമുക്ക് ഇൻപുട്ട് കൊടുത്തതിനേക്കാൾ കുറവാണ് ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ എന്തായിരിക്കും? അത് അബ്നോർമൽ ലോസ് ആയിരിക്കും. അത് ആഡ് ചെയ്തിട്ട് നമ്മൾ ഈക്വൽ ആക്കണം. ഈ രണ്ട് യൂണിറ്റ് കോളം ഈക്വൽ ആക്കുക എന്നുള്ള പ്രോസസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് വാട്ട് കോൾഡ് ഇക്വലന്റ്. ദെൻ ചെയ്യാണ്. ഇതിന്റെ ടോട്ടൽ എടുക്കുന്നു. ഇതിന്റെ ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് 10,200 പ്ലസ് 1,800 1,600 ടോട്ടൽ എന്ന് പറയുന്നത് 11,800 എന്ന് കിട്ടും. ഇവിടെയും 11,800 ആണ് നമുക്ക് കിട്ടേണ്ടത് ഔട്ട്പുട്ടിന്റെ യൂണിറ്റ് കോളത്തിൽ. ഔട്ട്പുട്ട് യൂണിറ്റ് കോളം നമ്മൾ ടോട്ടൽ എടുക്കുമ്പോൾ 12,000 യൂണിറ്റ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 11,800 യൂണിറ്റ്സേ നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എല്ലാം കൂടെ 12,000 യൂണിറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആയ 200 എന്ന് പറയുന്നത് എന്താണ്? അബ്നോർമൽ ഗെയിൻ ആണ്. അബ്നോർമൽ ഗെയിൻ 11,800. ഓക്കെ, അപ്പൊ അബ്നോർമൽ ഗെയിൻ ആയ 200 കുറച്ചിട്ടാണ് 11,800 നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ദെൻ അഗെയിൻ ഈ സെയിം അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത് മെറ്റീരിയൽ ലേബർ ഓവർഹെഡിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ക്വസ്റ്റിൽ അബ്നോർമൽ ഗെയിനുമായിട്ട് ബന്ധപ്പെട്ടോ ലോസുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ക്വസ്റ്റിൽ തന്നിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് 100% ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കണം. ഓക്കെ, അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, അബ്നോർമൽ ലോസ് അല്ലെങ്കിൽ അബ്നോർമൽ ഗെയിൻ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന സാഹചര്യത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യണം. ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുമ്പോൾ അബ്നോർമൽ ലോസോ ഗെയിനായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡിഗ്രി ഓഫ് കംപ്ലീഷന്റെ അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഇൻ കേസ് അത് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയാണോ മെറ്റീരിയൽ ലേബർ ഓവർഹെഡ് ഡിഗ്രി ഓഫ് കംപ്ലീഷൻ വരുന്നത് അത്രയും വെച്ചിട്ട് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. തന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്നത് അബ്നോർമൽ ലോസ് ഓർ ഗെയിൻ്റെ 100% ആക്കി നമ്മൾ അസംഷൻ എടുക്കണം. 100% അസംഷനിൽ നമ്മൾ ഈ 200 തന്നെ എല്ലാ കോളത്തിലും എടുക്കണം. ഓക്കെ, ദെൻ അഗൈൻ നമ്മൾ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യുന്നു. ഇത് ഇത്രയും ടോട്ടൽ 9,160, 8,960, 8,960. ദെൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻപുട്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. മെറ്റീരിയൽ ലേബർ ഓവർഹെഡിന്റെ ടോട്ടൽ 8,960 will be the final answer in case of material. Then 896 from less to 200 നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 8760. It will be the final answer in case of labor. Then again 8760 it will be the final answer in case of overhead. ഇതാണ് ഇക്വലന്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അഗൈൻ പറയുന്നു, ഇക്വലന്റ് പ്രൊഡക്ഷൻ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിന്റെ ബേസിലായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് വെൽ സിമ്പിൾ ആണ്. ഇതിനകത്ത് ഇൻ റുപ്പീസിന്റെ ഡിജിറ്റ്സ് ഒന്നും നമ്മൾ ഇതിനകത്ത് ട്രീറ്റ് ചെയ്യത്തില്ല. കംപ്ലീറ്റ് യൂണിറ്റ്സിലാണ് നമ്മൾ ഇക്വലന്റ് പ്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇക്വലന്റ് പ്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻപുട്ട് കൊടുത്തേക്കുന്നത്, ഇൻപുട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് ഇൻപുട്ട് കൊടുത്തതും
പ്രീവിയസ് പ്രോസസ്സിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് വന്ന യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻപുട്ട് കോളത്തിൽ എഴുതണം. പക്ഷേ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇൻപുട്ട് കോളത്തിൽ ഔട്ട്പുട്ട് കോളത്തിൽ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ യൂണിറ്റ് എഴുതണം. ദെൻ നോർമൽ ലോസ് കമ്പ്യൂട്ട് ചെയ്യണം. നോർമൽ ലോസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉള്ള ക്വസ്റ്റ്യനിലാണെന്നുണ്ടെങ്കിൽ നോർമൽ ലോസിനുള്ള യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ട്രാൻസ്ഫർ ഫ്രം പ്രീവിയസ് പ്രോസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് കമ്പ്യൂട്ട് ചെയ്യണം. അതിന്റെ ഒരു സർട്ടൈൻ പെർസെന്റേജ് ആയിരിക്കും നോർമൽ ലോസ് എന്ന് പറയുന്നത്. ആ നോർമൽ ലോസ് ട്രീറ്റ് ചെയ്യുക. എഗെയിൻ നമുക്ക് എന്ത് ചെയ്യും, ഒന്നും ചെയ്യരുത്, മെറ്റീരിയൽ ലേബർ ഓവർഹെഡിന്റെ കോളത്തിലൊന്നും നമ്മളൊന്നും ചെയ്യരുത്, നില്ല് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് നമുക്ക് ഫിനിഷ്ഡ് സ്റ്റോക്ക് കിട്ടുന്നത്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടായിരിക്കും. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ സിറ്റുവേഷൻ നമുക്ക് എന്താണ്, അപ് ടു ദ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്ന പെർസെന്റേജ് യൂണിറ്റുകളോ ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് എടുക്കേണ്ടത്. ടോട്ടൽ ചെയ്യുക, ഇൻപുട്ട് കോളവും ഔട്ട്പുട്ട് യൂണിറ്റ് കോളവും ടോട്ടൽ ചെയ്യുക. രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂസ്, ഫൈനൽ ആൻസർ ആയി നമുക്ക് ഇവിടെ ബാലൻസ് ചെയ്ത് നിർത്താം. ഇൻ കേസ് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്ത 11,800 കൂടുതലാണ് ഔട്ട്പുട്ട് കിട്ടുന്നത് അങ്ങനെയാണ്. ഇവിടെ 12,000 യൂണിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് 200 യൂണിറ്റ്സ് എന്താണ് ഇവിടെ എക്സസ് കിട്ടിയേക്കാണ്, എക്സസ് ഔട്ട്പുട്ട് ആണ്. അതിന് നമുക്ക് വിളിക്കാം അബ്നോർമൽ ഗെയിൻ. അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യേണ്ടതാണ്. അബ്നോർമൽ ഗെയിനിന്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ഉറപ്പായിട്ടും ക്വസ്റ്റിൽ തന്നിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് ക്വസ്റ്റിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 100% ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ആയിട്ട് എടുക്കുക. മെറ്റീരിയൽ ലേബർ ഓവർഹെഡ് 200 യൂണിറ്റ്സിനെ പ്രൊവൈഡ് ചെയ്യുക. മേലുള്ള യൂണിറ്റ്സിന്റെ ടോട്ടലിൽ നിന്ന് നമ്മൾ ഈ 200 എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഫൈനൽ ആൻസർ ഇൻ കേസ് ഓഫ് മെറ്റീരിയൽ ലേബർ ഓവർഹെഡ് കിട്ടും. സിമ്പിൾ ആണ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ. താങ്ക്സ്.